Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. പിലാത്തറ, കണ്ണൂർ. മനോഹർ ജുവലറീസ് ജുവൽ ഹൗസ്, ജുവൽ ജംഗ്ഷൻ, പയ്യന്നൂർ. അറേബ്യൻ ജ്വല്ലേഴ്സ്, പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ചാനലിന്റെ പുതുവത്സര ആശംസകൾ. പ്രധാന വാർത്തകൾ. ശബരിമല വായിക്കപ്പെടേണ്ടത് മതസൗഹാർദ്ദത്തിന്റെ പേരിലെന്ന് മന്ത്രി KT ജലീൽ. വിസ തട്ടിപ്പ്, ചെറുപുഴയിലെ സഹോദരങ്ങൾക്കെതിരെ പരാതിയുമായി കോട്ടയം സ്വദേശികൾ രംഗത്ത്. ജീവിത യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പുതുതലമുറ സംവിധായകർ ശ്രമിക്കണമെന്ന് സംവിധായകൻ ജയരാജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണപ്പുഴ ബൂത്ത് കമ്മിറ്റി നിർമ്മിച്ച രാജീവ് ഗാന്ധി സ്മാരകം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായരെ അപമാനിച്ച സംഭവം, പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല വായിക്കപ്പെടേണ്ടത് മതസൗഹാർദ്ദത്തിന്റെ പേരിലാണെന്ന് മന്ത്രി KT ജലീൽ. കരുവള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ട ഭാഗമായുള്ള മതസൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് മതസൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ചത്. TV രാജേഷ് MLA യുടെ അധ്യക്ഷതയിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിലേക്ക് ഇതര മതസ്ഥർക്ക് പ്രവേശിക്കാൻ അവകാശമില്ലെന്ന് കരുതപ്പെട്ടിരുന്ന കാലത്ത് ഉത്സവങ്ങൾ ക്ഷേത്രപ്പറമ്പുകളിൽ തിമർത്താടിയപ്പോൾ എല്ലാ മതസ്ഥരും അത് കാണാൻ ഒത്തുചേർന്നു. പള്ളികളുടെ കോമ്പൗണ്ടുകളിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്ത് നേർച്ച എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പൊലിമയിൽ പങ്കാളിയാവാൻ നാനാജാതി മതസ്ഥരും പള്ളിമുറ്റത്ത് ഒത്തുചേർന്നു. ഇന്നും മുസ്ലിം പള്ളികളോടനുബന്ധിച്ച് മഖാമുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നേർച്ചകളിൽ അവസാനത്തെ പെട്ടി എന്ന് പറയുന്നത് തട്ടാന്റെ പെട്ടിയാണ്. തട്ടാന്റെ വരവ് വരുന്നതോടുകൂടി നേർച്ചക്ക് പരിസമാപ്തി കുറിക്കപ്പെടും. ശബരിമല വായിക്കപ്പെടേണ്ടത് മതസൗഹാർദ്ദത്തിന്റെ പേരിലാവണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് സിറാജുദ്ദീൻ ദാരിമി കക്കാട്, വ്യാകുലമാതാ ദേവാലയം ഫെറോന വികാരി ഫാദർ ജോയ് പൈനാടത്ത്, മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സംപൂജ്യസ്വാമി അമൃത കൃപാനന്ദപുരി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. കരുവള്ളൂർ പിറളം ഗ്രാമപഞ്ചായത്ത് അംഗം PR പൊന്നമ്മ ടീച്ചർ, K സഹദേവൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ KV കുഞ്ഞിരാമൻ മാസ്റ്റർ സ്വാഗതവും MV സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണപ്പുഴ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി സ്മാരക മന്ദിരം ഒരുങ്ങി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരസ്പരം മത്സരിക്കുകയാണ്. നോട്ട് നിരോധനത്തിലൂടെയാണ് മോദി സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചതെങ്കിൽ റേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ഇപ്പോഴാണ് കോൺഗ്രസിന്റെ മഹത്വം ജനങ്ങൾ തിരിച്ചറിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അക്രമം വെടിയണം. ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് മത്സരിക്കാം. അത്
മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടും സാധിക്കില്ല, BJP കൊണ്ടും സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് നേടിയ നേട്ടങ്ങളുടെ മഹാഭൂരിപക്ഷവും കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളാണ്. ഇന്നിപ്പം നരേന്ദ്രമോദി എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്താണ് അധികാരത്തിൽ വന്നത്? 2.5 കൊല്ലം കഴിഞ്ഞു, കാലാവധിയുടെ പകുതി കഴിഞ്ഞു, ഒരു വാഗ്ദാനം പോലും നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് നോട്ട് നിരോധിച്ചുകൊണ്ട് ഇവിടെ കള്ളപ്പണക്കാരെ എല്ലാം തകർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം. പ്രതിമാനാച്ഛാദനവും ഉദ്ഘാടകൻ ഉമ്മൻചാണ്ടി നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ VP ഗോവിന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി നടന്ന ആദരിക്കൽ KP കുഞ്ഞിക്കണ്ണനും ചികിത്സാ സഹായ വിതരണം സതീശൻ പാച്ചേനിയും ഫോട്ടോ അനാച്ഛാദനം N നാരായണനും നിർവഹിച്ചു. MP ഉണ്ണികൃഷ്ണൻ, KV രാമചന്ദ്രൻ മാസ്റ്റർ, K പ്രമോദ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിസ തട്ടിപ്പ്. തിരുമേനി ഗോക്കടവ് സ്വദേശികളെ തേടി കോട്ടയം സ്വദേശികൾ പരാതിയുമായി ചെറുപുഴയിൽ. നിരവധി പേരുടെ ലക്ഷ്യങ്ങൾ തട്ടിയെന്ന പേരിൽ സിജോ ജോൺ, സഹോദരൻ സിജിൻ ജോൺ എന്നിവരെ തേടിയാണ് സംഘങ്ങൾ എത്തിയത്. പണം തിരികെ ചോദിക്കുമ്പോൾ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിക്കാർ പറയുന്നു. അബുദാബിയിൽ ജോലി വാഗ്ദാനം നൽകിയാണ് തിരുമേനി ഗോക്കടവ് സ്വദേശികളായ സിജോ ജോണും സഹോദരൻ സിജിൻ ജോണും പലരിൽ നിന്നായി പണം തട്ടിയത്. പത്തനംതിട്ട, അടൂർ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വ്യാജ ഏജൻസികൾ ആരംഭിച്ചതായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. ഓരോ പ്രദേശത്തു നിന്നും തൊഴിലന്വേഷകരിൽ നിന്നായി ഓരോ ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം മുങ്ങുകയായിരുന്നു ഇവരുടെ പതിവ്. കോട്ടയം സ്വദേശികളായ ജോസ് മാത്യു, ജോർജ്, ഏറ്റുമാനൂർ സ്വദേശികളായ ടോം ബേബി, ബിക്സൺ, ബാബു എന്നിവരാണ് പരാതിയുമായി ചെറുപുഴ പോലീസിനെ ബന്ധപ്പെട്ടത്. ഇവരിൽ നിന്ന് പണം വാങ്ങുമ്പോൾ പ്രതികൾ ഒപ്പിട്ട് നൽകിയ മുദ്രപേപ്പറും പരാതിക്കാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ജോലി ലഭിച്ചില്ലെങ്കിൽ നവംബർ മാസത്തിനകം 1 ലക്ഷം രൂപ തിരികെ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ പണം നേരത്തെ കൈക്കലാക്കിയത്. ഇവർ നൽകിയ സമയപരിധി കഴിഞ്ഞപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ചതി മനസ്സിലായത്. തുടർന്ന് നേരത്തെ പ്രതികൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും സിജിനും സിജോയും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. തുടർന്നാണ് പരാതിക്കാർ ചെറുപുഴ പോലീസിനെ ബന്ധപ്പെടുന്നത്. വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ വെച്ച് കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലി വരെ നിർത്തിയിട്ട് പൊക്കോളം പറഞ്ഞ് പൈസ തന്നേക്കാമെന്ന് പറഞ്ഞാണ്. 10 ദിവസം 5 ദിവസം അവധി പറഞ്ഞ് ഇപ്പോൾ 1 വർഷമായി. 26-ാം തീയതി പൈസ മുഴുവൻ തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. ഇപ്പോൾ ആളുടെ അനിയനും കൂടിയാണ് ഈ വിസ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓരോ ജോലിയും കുടുംബമായിട്ട് ഇരിക്കുന്നവരാണ്. ഞങ്ങളിപ്പം വീടിൻ്റെ ജപ്തി നോട്ടീസ് വരെ വന്ന് കിടക്കുകയാണ്. ആളുടെ അടുത്ത് പൈസ ചോദിക്കുമ്പം ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ. എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു നീതി കിട്ടണമെന്ന് ഞങ്ങൾ ചെറുപുഴ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്നൊന്നും നീതി കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ വീടിൻ്റെ ഭാഗത്തേക്ക് പോയി കല്യാണമാണ് അനിയൻ്റെ കല്യാണത്തിന് തടസ്സം നേരിടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പണം തിരികെ ചോദിച്ചതിനെ തുടർന്ന് പ്രതികൾ തങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചെറുപുഴ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലെ പലരിൽ നിന്നും ഇവർ ഇതേ രീതിയിൽ പണം തട്ടിയതായാണ് റിപ്പോർട്ടുകൾ. കൊല്ലുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നതിനാൽ പലരും പരാതി നൽകാൻ മടിക്കുന്ന സംഭവമുണ്ടായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പഴയങ്ങാടി പുഴയിൽ ചാടിയ യുവതിയെ അതിസാഹസികമായി യുവാവ് രക്ഷപ്പെടുത്തി. പുഴയിൽ ചാടിയ മുഴപ്പാല സ്വദേശിനിയെയാണ് ടാക്സി ഡ്രൈവർ KV സയ്യിദ് മരണക്കയത്തിൽ നിന്നും രക്ഷിച്ചത്. രാവിലെ 11 മണിയോടെയാണ് സംഭവം. മുരുവാണ് വലിച്ചു കയറ്റുമ്പോഴൊക്കെ കാലിന് തുള്ളിയല്ല. ചെരുപ്പെല്ലാം പോട്ട് കണ്ടവർ. രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. പഴയങ്ങാടി പാലത്തിനു മുകളിൽ നിന്നും യുവതി പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ചക്കരക്കൽ മുഴുപ്പാല സ്വദേശിനി ഷീനയാണ് പുഴയിൽ ചാടിയത്. യുവതി പുഴയിൽ ചാടിയത് കണ്ട് ആൾക്കാർ പാലത്തിനു മുകളിൽ തടിച്ചുകൂടി. ഇതുവഴി വന്ന ടാക്സി ഡ്രൈവർ സയ്യിദ് ഉടൻ പുഴയിലേക്ക് ചാടി. മരണത്തിലേക്ക് മുങ്ങിത്താഴുന്ന യുവതിയെ അതിസാഹസികമായി സയ്യിദ് വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. സംഭവം അറിഞ്ഞെത്തിയ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ യുവതിയെ തോണിയിൽ കരക്കെത്തിച്ചു. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യുവതിയെ രക്ഷിച്ച സയ്യിദിനെ നാട്ടുകാർ അഭിനന്ദിച്ചു. സംഭവത്തെക്കുറിച്ച് സയ്യിദ് പറയുന്നത് ഇങ്ങനെ: കാണുന്ന 3ാമത്തെ തൂണിൻ്റെ അടുത്ത സംഭവം ഉണ്ടായത്. അതായത് ഞാൻ പാലത്തിൻ്റെ മുകളിലേക്ക് കൂടി പഴയങ്ങാടി ഭാഗത്തേക്ക് കാറിൽ വരികയായിരുന്നു. അപ്പോൾ റോഡിന് ബ്ലോക്ക് കണ്ടിട്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി. ഞാൻ അന്വേഷിച്ചു കാര്യങ്ങൾ എന്താണെന്ന്. അപ്പം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി താഴേക്ക് ചാടിയിട്ടുണ്ടെന്ന്. നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഡ്രസ്സും കാര്യം അയച്ചു വെച്ച് ഞാൻ കൂടെ തന്നെ ചാടി. പിന്നെ നല്ല അടിയൊഴുക്ക് തുടങ്ങുന്ന സമയമായിരുന്നു. കാരണം ഇറക്കത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നല്ലോണം കുറച്ച് കഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം.
അവസാനം തൂണിന് പിടിച്ച് നീന്തി അടുപ്പിച്ച് വെച്ചു. അവസാനം പിന്നെ ചെറുവെള്ളക്കാരെല്ലാം തോണിക്കാരൊക്കെ വന്നിട്ട് എടുത്തു ഹെൽപ്പ് ചെയ്തു. അമ്മ മരിച്ച മനോവേദനയാണ് യുവതി പുഴയിൽ ചാടാൻ ഇടയാക്കിയത്. സയ്യിദിന്റെ ധീരമായ ഇടപെടലാണ് യുവതിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായത്. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയെ ജനാംഗീയ വിചാരണ ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ബ്ലോക്ക് സെക്രട്ടറി കെ.പി. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബനാഥന്മാരുമൊക്കെ അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നു. തങ്കേമുക്ക് മുതൽ നരേന്ദ്രമോദിയെ ചങ്ങലക്കിട്ട് നടത്തിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിച്ചാണ് ജനകീയ വിചാരണ ചെയ്തത്. നോട്ട് പിൻവലിക്കലിലൂടെ ജനദ്രോഹ നടപടിയുമായി ഭരണം കൈയാളുന്നതിനെതിരെയുള്ള പ്രതിഷേധ മുദ്രാവാക്യം വിളികളോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിച്ച് പരസ്യ വിചാരണ നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ.പി. രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അവസാനമെന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധത്തിനൊടുവിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റിന്റെ അവസാനം ഉണ്ടായിട്ടുള്ളത്. മുസോളിനി എന്ന് പറയുന്ന ഫാസിസ്റ്റിന്റെ അവസാനം എന്ന് പറയുന്നത് ആ രാജ്യത്തിനകത്തുള്ള സാധാരണക്കാരെ ജനവിഭാഗങ്ങൾ ആകമാനം കല്ലെറിഞ്ഞും അടിച്ചും തൊഴിച്ചുമാണ് മുസോളിനിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. പി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ, കെ വി സുജിത്ത്, അനിത കെ വി, രതീഷ്, കനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മൈസൂരിലെ വ്യാപാരിയെ കൊള്ളയടിച്ചെന്ന് കരുതുന്ന 5-അംഗ സംഘം പഴയങ്ങാടിയിൽ പോലീസ് പിടിയിലായി. 15 ലക്ഷം രൂപയിലധികം കവർച്ച നടന്നതായി സംശയിക്കുന്നു. പ്രതികളെ മൈസൂർ പോലീസിന് കൈമാറി. മൈസൂരിലെ വ്യാപാരിയെ കൊള്ളയടിച്ചതെന്ന് കരുതുന്ന 5-അംഗ സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം പഴയങ്ങാടി എസ് ഐ കെ.പി. ഷൈനും സംഘവും അറസ്റ്റ് ചെയ്തത്. കാർത്തിക് 25, രവികുമാർ 29, സുനി 24, മധു 22, ഭാഗ്യ 34 എന്നിവരാണ് പിടിയിലായത്. മാടായിപ്പാറയിൽ നിന്ന് ഇന്നോവ കാർ സഹിതമാണ് ഇവർ പിടിയിലായത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പഴയങ്ങാടി പോലീസ് പ്രതികളെ മൈസൂർ പോലീസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. KPSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവ കമ്മിറ്റി രൂപീകരിച്ചത് ദൗർഭാഗ്യകരമാണെന്ന മുഖവുരയോടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം സലാഹുദ്ദീൻ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. നോട്ട് അസാധുവാക്കിയതിനെ തുടർന്ന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് 50 ദിവസത്തിനുള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മോദി ആപ്പിലൂടെ പരിഹാരം കാണുമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണെന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. മുഴുവൻ രാജ്യങ്ങളെയും, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളെയും എത്തിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഈ രാജ്യത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്ന 1000-500 നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. നവംബർ 8-ാം തീയതി രാത്രി ടെലിവിഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വരുന്നത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഏതാനും മന്ത്രിമാരും പാർട്ടി പ്രസിഡന്റുമായി മാത്രം ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയും അത് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് 50 ദിവസം കഴിയുമ്പോൾ ഇവിടെ രാജ്യത്തുണ്ടാകുന്ന നോട്ട് ക്ഷാമം ഉണ്ടെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ഉത്തരവാദി ഞാനായിരിക്കുമെന്നും 50 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങൾ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുമാണ് അദ്ദേഹം 3 ദിവസം കഴിഞ്ഞപ്പോൾ ടെലിവിഷനിലൂടെ അദ്ദേഹം വീണ്ടും പ്രഖ്യാപിച്ചത്. ഉപജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് കെ വി മുകുന്ദൻ, എൻ സുകുമാരൻ, ടി കെ എവുജിൻ, കെ വി ജതീന്ദ്രൻ, കെ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സിനിമകൾ ചെയ്യാൻ പുതുതലമുറ സംവിധായകർ തയ്യാറാവണമെന്ന് സംവിധായകൻ ജയരാജ്. ദൃശ്യ ഫിലിം സൊസൈറ്റി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച മധു കൈതപ്രം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വേദനകളിൽ നിന്നാണ് സിനിമകൾ ഉണ്ടാകുന്നത്. അത് മറക്കരുതെന്നും സംവിധായകർ നിർമ്മാതാവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നും നല്ല സിനിമ കിട്ടിയാൽ നിർഭയമായി മുന്നോട്ട് പോകണം. സാഹചര്യങ്ങളിൽ വീഴുമ്പോഴും ആ വേദന മറ്റൊരു പുനർജനിയായി മാറ്റിയെടുത്ത് പുതിയ സിനിമ ചെയ്യാൻ തയ്യാറാകണമെന്നും ജയരാജ് കൂട്ടിച്ചേർത്തു. മധുവിന്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. മകൻ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നു. മകനോടുള്ള ഉത്തരവാദിത്വം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം
മധുവാക്കരുത്, മധുവിൻ്റെ പയ്യന്നോടുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. മധു കൈതപ്രത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ നവാഗത യുവ സംവിധായകർക്കുള്ള അവാർഡ് വിധു വിൻസെന്റിന് ജയരാജ് സമ്മാനിച്ചു. ടി.ഐ. മധുസൂദനൻ അധ്യക്ഷനായിരുന്നു. കെ ശിവകുമാർ, ഡോക്ടർ ബിജു, എം.ടി. അന്നൂർ, ടി.പി. ഭാസ്കര പൊതുവാൾ, മധുവിന്റെ ഭാര്യ രാഗിയും ശ്രീരാമും ചടങ്ങിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ഇൻവിറ്റേഷൻ വോളിക്ക് പയ്യന്നൂരിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 5 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. പി കെ ശ്രീമതി എം പി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ വളരെയധികം ഓർഗനൈസ് ചെയ്ത് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് മനസ്സിലാണ്. പക്ഷെ അതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പിന്നിൽ നിന്ന് വളരെ സൈലന്റായി പ്രവർത്തിച്ച ഒരു വലിയ നമുക്കൊരിക്കലും പയ്യന്നൂരിന്റെ മണ്ണിൽ കണ്ടതിന് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. ഗ്രാൻഡ് തേജസിന് മുൻവശം ബാലാജി ടവറിലാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ടി.ഐ. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പി കെ ജഗന്നാഥൻ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. എം.ടി. വാസുദേവൻ നായരെ അപമാനിച്ച RSS നടപടിയിൽ പ്രതിഷേധിച്ച് ഇടത് സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ടി.വി. രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തർക്കിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. അതാണ് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എം.ടി. വാസുദേവൻ നായർ ഈ നാടിന്റെ അഭിമാനമായ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ സാഹിത്യകാരനായ, മഹാസാഹിത്യകാരനായ എം.ടി. വാസുദേവൻ നായർക്ക് മോഡിയെ വിമർശിക്കാൻ എന്താണ് അവകാശം? നോട്ട് പിൻവലിക്കലിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് എന്നാണ് RSS നേതൃത്വം ചോദിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഏത് പൗരന്മാർക്കും ഭരണാധികാരികളുടെ ഭരണകൂടത്തിന്റെ തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ജനാധിപത്യം. എരുപുരത്ത് ഇന്നും പ്രകടനമായാണ് പ്രതിഷേധക്കാർ പഴയങ്ങാടിയിലെത്തിയത്. കേരളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം.ടിയെ അപമാനിച്ച RSS നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ടി.വി. രാജേഷ് MLA പറഞ്ഞു. വി. വിനോദ് അധ്യക്ഷത വഹിച്ചു. എം.വി. ചന്ദ്രൻ, രാജേഷ് കടന്നപ്പള്ളി, വരുൺ ബാലകൃഷ്ണൻ, സജേഷ് അടുത്തില, O.K. രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പുരാവൃത്തം ചൊല്ലിയാടി വെള്ളാരങ്കര ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തോറ്റം അരങ്ങിലെത്തിയത്. ദാരികാന്തകിയായ മഹാകാളി തന്നെയാണ് വെള്ളാരങ്കര ഭഗവതി. ദാരികാസുരന്റെ പരാക്രമങ്ങളിൽ പൊറുതിമുട്ടിയ ദേവഗണങ്ങൾ പരമേശ്വരനെ സങ്കടമറിയിച്ചു. അപ്പോൾ ഭഗവാന്റെ കോപക്കനലുതിർന്ന നെറ്റിക്കണ്ണിൽ നിന്ന് 6 മഹാദേവിമാർ പ്രത്യക്ഷപ്പെട്ടു അത്രേ. ഈ 6 പേരിൽ ഏറ്റവും ബലവീര്യമുള്ള കാളിയാണ് തിരുവർക്കാട്ട് ഭഗവതി. ഏകരാജ്യം വാണ തമ്പുരാൻ കോലത്തിരി തൻ്റെ കുലദേവതയായി, തായ്പരദേവതയായി മാടായിക്കാവിൽ കുടിയിരുത്തി. നൂലിടാൻ നിലയില്ലാത്ത സമുദ്രം 3.25 നാഴിക കൊണ്ട് വ്ളാകി മാടാക്കിയ മാടായിക്കാവിലെ അമ്മയാണത്രേ വെള്ളാരങ്കര ഭഗവതി. ദാരികനെ വധിക്കാൻ 18 കൈകളിൽ ആയുധവുമായി വേതാളപ്പുറത്താണ് ദേവി ദാരികൻ്റെ കോട്ടയിലെത്തുന്നത്. 7 ദിവസത്തെ യുദ്ധത്തിനൊടുവിലാണ് ദേവി ദാരികനെ വധിച്ച് ലോക സംരക്ഷണത്തിനായി നിലകൊണ്ടത്. ഇത്തരത്തിലുള്ള പുരാവൃത്തവും ആര്യനാട്ടിൽ നിന്ന് മരക്കലമേറി വന്ന കഥയും കോലധാരി തോറ്റമ്പാട്ടിലൂടെ സവിസ്തരം വിവരിച്ചു. വൈകിട്ട് 4:30 വെള്ളാരങ്കര ഭഗവതിയുടെ ഉച്ചത്തോറ്റം അരങ്ങിലെത്തിയത്. പുരാവൃത്തം പാടിത്തീർത്തതിനു ശേഷം ക്ഷേത്രം ചുഴലിലും നടന്നു. മതസൗഹാർദ്ദം വിളിച്ചോതി കരിവള്ളൂർ മുച്ചിലോട്ട് ഉപ്പുകല സമർപ്പണം. തലയിലത്ത് മുസ്ലിം തറവാട്ടിൽ നിന്നാണ് ഉപ്പുകലം എത്തിച്ചത്. വർഷങ്ങൾക്ക് മുമ്പുള്ള പെരുങ്കളിയാട്ട സമയത്ത് മുസ്ലിം തറവാട്ടിൽ നിന്നും
കളിയാട്ടത്തിനായി ഉപ്പ് സമർപ്പിച്ചതിൻ്റെ പ്രതീകാത്മകമായാണ് ഇന്നും ഉപ്പുകല സമർപ്പണം നടന്നുവരുന്നത്. തലയിലത്ത് മുസ്ലിം തറവാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഉപ്പുകല സമർപ്പണം നടക്കുന്നത്. പഴയ മൃഗാശുപത്രി പരിസരത്ത് നിന്ന് ഘോഷയാത്രയായാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. മുത്തുക്കുടയുടെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു. ഒപ്പം മതസൗഹാർദ്ദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീലും ഘോഷയാത്രയിൽ അണിചേർന്നത് ശ്രദ്ധേയമായി. കരിവള്ളൂർ മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ഒ ടി അബ്ദുൾ സത്താർ, തലയില്ലത്ത് കാർണവർ യൂസഫ് ഹാജി, തലയില്ലത്ത് ഖാലിദ്, തലയില്ലത്ത് ജസീർ, തലയില്ലത്ത് മൂസാൻ എന്നിവർ നേതൃത്വം നൽകി. ഉപ്പ് കൊടുക്കുക എന്ന ചടങ്ങ് പഴയകാലം തന്നെ തൊട്ട് ഉള്ളതാണ്. മുമ്പ് കരിവള്ളൂരിലെ മുസ്ലിം വ്യാപാരികൾ ഈ മുച്ചിലോട്ടിൻ്റെ സമീപത്ത് കച്ചവടം ചെയ്യുകയും അങ്ങനെ വന്ന സമയത്ത് ഒരു പ്രാവശ്യം രാത്രി ഉപ്പില്ലാത്ത സമയത്ത് അവർ കട തുറന്ന് ഉപ്പെടുത്ത് കൊടുക്കുകയും ചെയ്യും. ആ ഉപ്പ് വെറുതെ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കാലാകാലങ്ങളിൽ പിന്നെ ഇവിടെ കളിയാട്ടം നടക്കുന്ന സമയത്തൊക്കെ ഈ തലയില്ലത്ത് തറവാടുകാരാണ് ഈ ഉപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതീഷ് ഏഴോമിനി കരിവള്ളൂർ മണക്കാടൻ. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിയുടെ കോലമണിയാൻ പ്രശ്നചിന്തയിൽ നിയോഗം ലഭിച്ചത് പ്രതീഷിനായിരുന്നു. ഇതിനെ തുടർന്നാണ് ചിറക്കൽ കോവിലകത്ത് നിന്ന് ആചാര പദവി സ്വീകരിച്ചത്. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ടമ്മയുടെ കോലമണിയുന്ന ഏഴോത്തെ പ്രതീഷ് മണക്കാടനായി ആചാരപ്പെട്ടു. ചിറക്കൽ കോവിലകത്തെ രവീന്ദ്രവർമ്മരാജ കച്ചും ചുരികയും നൽകി 3 തവണ മണക്കാടൻ എന്ന് സംബോധന ചെയ്തതോടെയാണ് മണക്കാടനായി ആചാരപ്പെട്ടത്. മണക്കാടൻ ഗുരുക്കളുടെ വംശപരമ്പരയിൽപ്പെട്ട മണക്കാടന്മാർക്ക് മാത്രമേ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലമണിയാനുള്ള അവകാശമുള്ളൂ. പുതിയടവൻ തറവാട്ടിലെ കോയ്മ കരുണാകരൻ നായരും ക്ഷേത്രം ഭാരവാഹികളും ചിറക്കൽ കോവിലകത്തേക്ക് പ്രതീഷിനെ അനുഗമിച്ചു. തിരിച്ചു വരുമ്പോൾ മണക്കാടൻ ഗുരുക്കളുടെ ഓണക്കുന്നിലെ സമാധി സ്ഥലത്ത് വണങ്ങിയ ശേഷമാണ് ക്ഷേത്രത്തിലെ ദേവക്കുചലിൽ പ്രവേശിച്ചത്. പുതിയടവൻ തറവാട്ടിലെ പടിഞ്ഞാറ്റയിലിരുന്ന് കരിവള്ളൂർ മണക്കാടനായി ആചാരപ്പെടുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അതുവരെ മഞ്ഞക്കച്ചയാണ് ഉപയോഗിക്കുക. അതിനുശേഷം പച്ചക്കച്ച ഉപയോഗിക്കും. ചീനിക്കുഴലിൽ നാദവിസ്മയം തീർത്ത് കളിയാട്ടക്കാവുകളിൽ നിറസാന്നിധ്യമാവുകയാണ് മാട്ടൂർ സ്വദേശി MT മനോഹരൻ. തെയ്യങ്ങളിലെ സൗന്ദര്യ ദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ അകമ്പടിക്കു വേണ്ടി വീക്ക് ചണ്ടയുടെ പതിഞ്ഞ ശബ്ദത്തോടൊപ്പം ഉയർന്നു കേൾക്കുന്ന കുഴൽവിളി വടക്കൻ കേരളത്തിലെ പെരുങ്കളിയാട്ടക്കാവുകളിൽ ഏറെയും മുഴക്കുന്നത് മനോഹരന്റെ കണ്ടത്തിലൂടെയാണ്. തെയ്യങ്ങളിലെ സൗന്ദര്യദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ അകമ്പടിക്ക് വീക്ക് ചണ്ടയുടെ പതിഞ്ഞ ശബ്ദത്തോടൊപ്പം ഉയർന്നു കേൾക്കുന്ന കുഴൽവിളി വടക്കൻ കേരളത്തിലെ പെരുങ്കളിയാട്ടക്കാവുകളിൽ ഏറെയും മുഴക്കുന്നത് മനോഹരന്റെ കണ്ടനാളത്തിലൂടെയാണ്. ഇതുവരെ 300-ലധികം പെരുങ്കളിയാട്ടക്കാവുകളിൽ മുച്ചിലോട്ടമ്മക്കായി ഇദ്ദേഹം തന്റെ സ്വരമാതിരി ഒഴുക്കി കഴിഞ്ഞു. തെയ്യത്തിന്റെ അന്നനടനത്തിന് മോഹനരാഗം, കുയിൽ നടനത്തിന് ശിവരഞ്ജിനി, ലാസ്യ നടനത്തിന് ശ്രീരഞ്ജിനി, താണ്ഡവത്തിന് ലഹരി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ മനോഹരൻ വായിച്ചെടുക്കുന്നു. ഓട്, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ചീനിക്കുഴലിൽ സ്വരസ്ഥാനങ്ങൾ നിർണ്ണയിക്കാൻ അപൂർവ സാധന തന്നെ വേണം. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ 9 തവണ തെയ്യം പ്രദർശനം വെക്കുമ്പോൾ ദ്രുതതാളത്തിലുള്ള നടനത്തിന് അനുഗുണമായി വ്യത്യസ്ത രീതിയിൽ ഇടവിട്ട് രാഗങ്ങൾ കുഴലിൽ വായിച്ചെടുക്കുന്നു. പാരമ്പര്യമായി കുഴൽ വായന അഭ്യസിച്ച ഇദ്ദേഹം ഓടക്കുഴൽ ശാസ്ത്രീയമായും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏതെല്ലാം തെയ്യത്തിന് പ്രധാനം മുച്ചിലോട്ട് ഭഗവതി, തിരുവപ്പന, അങ്ങനെ എല്ലാ തെയ്യത്തിനും ഉപയോഗിക്കപ്പെട്ട മടയിച്ചാൽ വേണ്ടി ഇങ്ങനെ എല്ലാവരും വായിക്കാം. സംഗീതം, അതായത് താളത്തിൻ്റെ പരം സംഗീതം ഉണ്ടാകുമ്പം മാത്രമല്ല ഒരു പൂർണ്ണത കിട്ടും. വെറും താളം മാത്രം മതിയല്ലോ. ശ്വാസഗതി പ്രധാനമായ ഈ തൊഴിലിൽ അധ്വാനം കൂടുതലനുസരിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. നാദസ്വര കച്ചേരികളും നടത്തിവരാറുള്ള മനോഹരൻ തെയ്യങ്ങളെ അണിയിച്ചൊരുക്കുന്നതിലും വിദഗ്ധനാണ്. അധികമാരും കടന്നുവരാത്ത കുഴൽവിളി രംഗത്ത് മനോഹരന് ഔദ്യോഗിക അംഗീകാരങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ല. എന്നാലും ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ലോക സംഗീതർക്കൊപ്പം ഇദ്ദേഹത്തിന് നാദ വിസ്മയം ഒരുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും കിട്ടിയില്ലെങ്കിലും
ദൈവങ്ങൾ നിറയുന്ന കളിയാട്ട ഭൂമികയിൽ അവർക്കൊപ്പം ഭക്തിയുടെ മാന്ത്രിക സംഗീതം തീർക്കാൻ തൻ്റെ കുറുങ്കുഴലുമായി മനോഹരൻ എപ്പോഴുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. മറ്റു വാർത്തകളിലേക്ക്. കറൻസി നോട്ട് നിരോധിച്ച് 50 ദിവസം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പഴയങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്ററി സെക്രട്ടറി AV സനൽ ഉദ്ഘാടനം ചെയ്തു. എരുവിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ കൂട്ടായ്മ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് പാർലമെന്റ് സെക്രട്ടറി AV സനിൽ ഉദ്ഘാടനം ചെയ്തു. ജമാൽ വിളിയാങ്കോട്, സുധീഷ് വെള്ളച്ചാൽ, ജിതേഷ് ചുട്ടാട്, റഷീദ് മുട്ടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിർധനയും നിരാലംബയുമായ തിരുവട്ടൂരിലെ ചെല്ലരിയൻ ലക്ഷ്മിക്ക് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകി. പെരിങ്ങം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃകയായി. 1993 SSLC ബാച്ചാണ് കിണർ നിർമ്മിച്ചത്. എങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ട ജീവിതമാണ് ലക്ഷ്മിയുടേത്. ജന്മനാ വികലാംഗയായ ലക്ഷ്മിക്ക് മാതാപിതാക്കളുടെ വിയോഗത്തോടെയാണ് രണ്ടാമത്തെ പ്രഹരമേൽക്കുന്നത്. തുടർന്ന് പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തോട് മല്ലിട്ട് വിജയം നേടുമ്പോഴാണ് കനത്ത പ്രഹരമായി വൃക്കരോഗത്തിൻ്റെ രൂപത്തിൽ വിധി വീണ്ടും ലക്ഷ്മിയെ പരീക്ഷിക്കുന്നത്. ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ അനാഥ. സഹോദരങ്ങളോ ബന്ധുക്കളോ ഇല്ലാത്ത ലക്ഷ്മി ഇന്ന് അയൽവാസികളുടെ കരുണയിലാണ് ജീവിക്കുന്നത്. എങ്കിലും ഭാരിച്ച തുക വരുന്ന മരുന്നുകൾ ലക്ഷ്മിയുടെ ജീവിതം ചോദ്യചിഹ്നമാക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് ആശ്വാസമേകാനായി പരിയാരം ഗ്രാമപഞ്ചായത്ത് അംഗം റഹിമ കല്ലടത്തിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ വ്യഥകൾ കണ്ടറിഞ്ഞാണ് പെരിങ്ങോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1993 SSLC ബാച്ചിൻ്റെ നേതൃത്വത്തിൽ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകിയത്. കിണറിൻ്റെ ഉദ്ഘാടനവും ലക്ഷ്മി ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകുന്ന തുകയുടെ വിതരണവും ഓർമ്മകൾ പ്രസിഡന്റ് CP സജി നിർവഹിച്ചു. ചെല്ലരിയൻ ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ റഹീമ കല്ലടത്തിൻ്റെ അധ്യക്ഷതയിൽ ഞങ്ങളുടെ യോഗം കൂടുകയും ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. MV കുഞ്ഞിക്കണ്ണൻ ചെയർമാനും K ഇബ്രാഹിംകുട്ടി കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഉഷാമധു അധ്യക്ഷയായിരുന്നു. പെരിങ്ങോം ഹാരിസ്, K കണ്ണൻ, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, പ്രസീന നാരായണൻ, റിയാസ് KMR, BK ബൈജു, ജാഫർ തോട്ടിങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. JCB മറിഞ്ഞു. ഉയർത്താൻ വന്ന ക്രെയിനും മറിഞ്ഞു. പ്രസിദ്ധമായ സിനിമാ വാചകം ദേ ഇപ്പൊ ശരിയാക്കി തരാം എന്ന രംഗത്തെ ഓർമ്മപ്പെടുത്തുന്ന സംഭവമാണ് കോയിപ്ര ജുമാ മസ്ജിദ് സമീപം അരങ്ങേറിയത്. ഓപ്പറേറ്റർമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. PK നാസറിന്റെ വീട്ടുമുറ്റത്ത് മണ്ണിട്ട് നികത്തുകയായിരുന്ന JCB പണിതീരാൻ മിനിറ്റുകൾ ബാക്കിയിരിക്കെ റോഡിനോട് ചേർന്ന് കെട്ടിയ കൽഭിത്തി തകർന്നാണ് പത്തടി താഴ്ചയിൽ റോഡിലേക്ക് മറിഞ്ഞത്. ഓപ്പറേറ്റർ പുറത്തേക്ക് ചാടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സമയത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന അയൽവാസി KV അലിക്കുട്ടി തൻ്റെ ഇരുചക്രവാഹനം സ്റ്റാർട്ടാക്കി യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. JCB മറിഞ്ഞു വീഴുന്നത് കണ്ട അലി വാഹനമിട്ട് രക്ഷപ്പെട്ടു. അലിയുടെ ഇരുചക്രവാഹനത്തിന് മേലെയാണ് JCB മറിഞ്ഞത്. ഇരുചക്രവാഹനം പാടെ തകർന്നു. 3 മണിയോടെ മറിഞ്ഞ JCB ഉയർത്തുന്നതിന് പാടിച്ചാലിൽ നിന്നും ക്രെയിൻ വന്നു. JCB ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ക്രെയിനും റോഡിന് കുറുകെയായി മറിഞ്ഞു. ഇതിൻ്റെ ഓപ്പറേറ്ററും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ ചെക്കിത്തോട് പായത്താംപൊയിൽ റോഡിൽ ഗതാഗതം നിലച്ചു. തുടർന്ന് ഖലാസികൾ വന്ന് ഇരുവാഹനങ്ങളും ഉയർത്താനുള്ള ശ്രമം തുടങ്ങി. ഏറെ വൈകിയാണ് JCBയും ക്രെയിനും ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സാമൂഹ്യ സേവന പദ്ധതിയുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് തുണ എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി തുടങ്ങി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തുണ എന്ന് പറയുന്ന ഒരു പദ്ധതി
ജനകീയ സഹകരണത്തോടു കൂടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമുക്ക് അധികം വൈകാതെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയണം. ഇതിന് വലിയൊരു പിന്തുണ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നിർധന കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് തുണ പദ്ധതിയിലൂടെ. ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് നിർമ്മാണം ആരംഭിച്ച് പാതിവഴിയിൽ നിലച്ചുപോയ 9 കുടുംബങ്ങളുടെ വീട് പുനർനിർമ്മിക്കുകയാണ് പദ്ധതിയിലൂടെ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീതയുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടലാണ് നിരവധി കുടുംബങ്ങൾക്ക് തുണയായത്. മാടായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ TV രാജേഷ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. VV പ്രീത അധ്യക്ഷത വഹിച്ചു. SK ആബിദ, KC ശശിധരൻ, ചിത്രകാരൻ എബിയൻ ജോസഫ്, M പവിത്രൻ, PK ഹസൻകുഞ്ഞി മാസ്റ്റർ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര വരവേൽപ്പ് സംഘടിപ്പിച്ചു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്തു. ജനകീയമായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകാൻ 2017 പോലീസിന് കഴിയട്ടെ എന്ന ആശംസയോടെയാണ് ശ്രീമതി ടീച്ചർ തന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. 2016 നമ്മൾ വിട പറയുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുൻപിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. 2017 എന്ന് പറയുന്ന പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇന്നും പുതിയ വർഷത്തെ വളരെ ആവേശത്തോടെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ വരവേൽക്കുകയാണ്. പണ്ട് ദിവസങ്ങൾ കടന്നുപോകും, മാസങ്ങൾ കടന്നുപോകും, വർഷങ്ങൾ കടന്നുപോകും, ആരും ശ്രദ്ധിക്കാറില്ല. അതിനുവേണ്ടി പ്രത്യേകം പുതുവത്സര ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആശംസയോ അതൊന്നുമില്ല. ഇന്ന് കാലം മാറി. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ചെന്നവരെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ അറിയിക്കാനും അതെല്ലാം ഒരു ആചാരത്തിൻ്റെ ഭാഗമായി. DYSP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണൻ MLA, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, CI ആസാദ്, SI ദിനേശൻ എന്നിവർ സംബന്ധിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് പുതിയ മുഖം നൽകി കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ 15 ലക്ഷത്തോളം വില വരുന്ന ഉപകരണങ്ങളാണ് ശ്രമദാനത്തിലൂടെ ഇവർ പുനർനിർമ്മിച്ചത്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് പുനർജന്മം നൽകുകയാണ് 7 ദിവസത്തെ ക്യാമ്പിലൂടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആശുപത്രിയിലെ മതിൽക്കെട്ട് ഉൾപ്പെടെയുള്ളവ പെയിന്റടിച്ച് വൃത്തിയാക്കി. തുരുമ്പെടുത്ത ഉപകരണങ്ങളും കട്ടിൽ, ഷെൽഫ്, കസേര ഇവയെല്ലാം പെയിന്റടിച്ചു. ആശുപത്രിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഫാൻ എന്നിവ അറ്റകുറ്റപ്പണി നടത്തി. പ്രവർത്തനങ്ങളെക്കുറിച്ച് NSS വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത് ഇങ്ങനെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഈ നാട്ടിലെ നാട്ടുകാർ നമുക്ക് വേണ്ടി സ്നേഹവും കൂടാതെ സ്പോൺസർഷിപ്പും റിഫ്രഷ്മെന്റ് തുടങ്ങിയ എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. സർക്കാരിന് ലക്ഷങ്ങളുടെ ആസ്തിയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ കോളേജിൻ്റെ പ്രൊജക്റ്റ് കൊണ്ട് മാത്രം ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ ആസ്തി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സാധാരണക്കാരായ നമ്മുടെ ആളുകൾ സന്ദർശിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ആസ്തികൾ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. 130ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിന്റെ ഭാഗമായി പ്രവൃത്തി നടത്തിയത്. കുട്ടികൾക്ക് സഹായവുമായി ആശുപത്രി അധികൃതരും നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയതോടെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കുട്ടികളുടെ ദ്വിദിന പഠന ക്യാമ്പ് ഒരുമ 2016 ഏഴോത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് അവധിക്കാലം ആഹ്ലാദകരമാക്കി മാറ്റുകയാണ് കുടുംബശ്രീ ബാലസഭയിലെ കൂട്ടുകാർ. മൊബൈൽ ഗെയിമിനും കാർട്ടൂൺ ചിത്രങ്ങൾക്കും അവധി നൽകി ബാലസഭ കൂട്ടുകാർ ഏഴോം മാപ്പിള UP സ്കൂളിൽ ഒത്തുചേർന്നു. പാട്ടും കഥയും കവിതാലാപനവും നാടകവും കണക്കിലെ കളികളുമായി 2 ദിവസം ഏറെ ആഹ്ലാദത്തിലാണിവർ. ഏഴോം കുടുംബശ്രീ CDS ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗണിതം മധുരം എന്ന വിഷയത്തിൽ രാജൻ മാസ്റ്റർ പയ്യന്നൂർ വിഷയാവതരണം നടത്തി. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ 6 താറാവ്, 5 മഞ്ചാടി, 4 നാരങ്ങ. നാട്ടുമൊഴികൾ എന്ന വിഷയത്തിൽ രഞ്ജിത്ത് കണ്ണപുരവും കളിയരങ്ങ് എന്ന വിഷയത്തിൽ C വിനോദ്, മധുരം മലയാളം എന്ന വിഷയത്തിൽ സന്തോഷ് പള്ളിക്കരയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. CDS ചെയർപേഴ്സൺ KN ഗീത അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ രുഗ്മ പ്രവീൺ, CO പ്രഭാകരൻ, KP അനിൽ, V പ്രസീജ, CM ഹരിദാസ്, PM സുമതി, സ്വാതി K എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
കേരള ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി പുതിയങ്ങാടിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബഹുമാന്യയായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു തീരദേശ ഹൈവേ മത്സ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ, ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും. കേരള ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പുതിയങ്ങാടിയിൽ നടന്നു. ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ അധ്യക്ഷത വഹിച്ചു. M പവിത്രൻ, അൻസാരി തില്ലങ്കേരി, സൗദ, A സുഹ്റാബി, ആയിഷ ഉമ്മലിൽ, ഫാത്തിമ ബി കുട്ടിയസൻ, നൌഷാദ് EDP, മുഹമ്മദ് നസ്രഫ്, K അജിത എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന സഹവാസ ക്യാമ്പ് ഒരുമയ്ക്ക് തുടക്കമായി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. ഡിസംബർ 30-31 തീയതികളിലായാണ് ഒരുമ വിദ്യാർത്ഥി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് ഒരുക്കിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ടി വി രാജേഷ് MLA നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നാടൻ കളി പരിശീലനം, സിനിമാ പ്രദർശനം, നക്ഷത്ര നിരീക്ഷണം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പുതുവത്സര ആശംസകൾ. അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ 2016. അതുകൊണ്ട് ഏവർക്കും നന്മകളും സ്നേഹവും നിറഞ്ഞ 2017 ആശംസിക്കുന്നു. എല്ലാ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. 2016 ജനങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വരുത്തിയ വർഷമാണ്. സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് ജനങ്ങൾ ഉഴലുന്ന ഈ അവസരത്തിലാണ് 2017 നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഈ അവസരത്തിൽ എല്ലാ നല്ലവരായ നെറ്റ്വർക്ക് പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ അവസാന വാക്ക് KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, മികച്ച സെലക്ഷൻ. KVDS കളർ ഹൗസ് നടക്കാവ്. മൈ സ്വീറ്റ് ഹോം മാത്തിൽ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ കമനീയ ശേഖരം. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല വായിക്കപ്പെടേണ്ടത് മതസൗഹാർദ്ദത്തിന്റെ പേരിലെന്ന് മന്ത്രി KT ജലീൽ. വിസ തട്ടിപ്പ്, ചെറുപുഴയിലെ സഹോദരങ്ങൾക്കെതിരെ പരാതിയുമായി കോട്ടയം സ്വദേശികൾ രംഗത്ത്. ജീവിത യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പുതുതലമുറ സംവിധായകർ ശ്രമിക്കണമെന്ന് സംവിധായകൻ ജയരാജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണപ്പുഴ ബൂത്ത് കമ്മിറ്റി നിർമ്മിച്ച രാജീവ് ഗാന്ധി സ്മാരകം ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. MT വാസുദേവൻ നായരെ അപമാനിച്ച സംഭവം, പഴയങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നെറ്റ്വർക്ക് ചാനലിന്റെ പുതുവത്സരാശംസകൾ.